മക്കളെ ഇന്ന് കറിനാരങ്ങ അല്ലെങ്കിൽ വടുകപ്പുളി തൊലി കളയാതെ തന്നെ വെണ്ണ പോലെ നല്ലെണ്ണയ്ക്കകത്ത് വളരെ കാലം കേടുകൂടാതിരിക്കത്തക്ക രീതിയിൽ കയ്പ്പ് കുറച്ച് തയ്യാറാക്കിയിരിക്കുകയാണ്. അതിനായിട്ട് നമ്മളിത് ഉപ്പിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കയ്പ്പ് കുറയാനാണ്. വെന്ത് തോർന്നതിന് ശേഷം നമ്മൾ അര ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണയ്ക്കകത്ത് ഇതൊന്ന് മൂപ്പിച്ച് അതിൻ്റെ തൊലിയെല്ലാം മൂപ്പിച്ച് നല്ലപോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് ഇതിനകത്തെ കുരുവും നീക്കം ചെയ്ത് ഇതിനകത്തുള്ള പാടയും ഒക്കെ നീക്കം ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് കൂട്ടിക്കുഴച്ച് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1 ദിവസമോ മാറ്റി വെക്കാം. ഞാനിതിപ്പം അരമണിക്കൂറേ മാറ്റി വെക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മളിതിനകത്ത് ചേർക്കാനായിട്ട് 2 കുടം വെളുത്തുള്ളി, 5-6 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി നമ്മളിതിൽ ചേർക്കുന്നില്ല. നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. നല്ലെണ്ണ ആവശ്യത്തിനൊഴിച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് മൂപ്പിച്ച് കറിവേപ്പില ഇട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ഇട്ട് മൂപ്പിച്ച് നമ്മളിതിലേക്ക് മസാല 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായം, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് പൊടിയൊക്കെ ഇടുന്നത്. അല്ലേ പൊടി കരിഞ്ഞു പോകും. നമ്മളിതിനകത്ത് ഉലുവാപ്പൊടി ചേർക്കുന്നില്ല, വറുത്ത് പൊടിച്ചതായതുകൊണ്ട് ഇപ്പം ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മളിതിലേക്ക് ദാണ്ടേ നമ്മുടെ ഉലുവാപ്പൊടിയും ചേർത്ത് കേട്ടോ. എന്നിട്ട് നാരങ്ങയും ചേർത്ത് കൂട്ടി ഇളക്കി അതിനുശേഷം നമ്മളിതിൻ്റെ പുളിയും എരിവും ഒക്കെ ബാലൻസ് ചെയ്യാൻ നമ്മളിതിലേക്ക് പഞ്ചസാര 2 സ്പൂൺ പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ ശർക്കര വേണമെങ്കിൽ ചേർക്കാം, കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഉലുവാപ്പൊടിയും ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണയെല്ലാം ആവശ്യത്തിന് ഉപ്പ് വീണ്ടും ചേർത്തു. ഉപ്പിച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പം നല്ല വെണ്ണ പോലുള്ള നമ്മുടെ അച്ചാറിവിടെ റെഡിയായി. കഞ്ഞി കുടിക്കാനും ചോറ് എടുക്കാനും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ഫാനിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന് നമുക്ക് വളരെ കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് ഉപയോഗിക്കാം. പിന്നെ ഈ അച്ചാറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സ്പൂണൊക്കെ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷമേ ഉപയോഗിക്കുള്ളൂ. അന്നേരം ഫംഗസ് ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ വെള്ളം ഒട്ടും തൊടിക്കാതാണ് ഈ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത് മക്കളെ. അപ്പോൾ ഈ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു മക്കളെ. അപ്പം ഇതേ രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ മക്കളെ. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണാം.